മഹാഭാരത യുദ്ധത്തിന്റെ തുടക്കം. കൗരവ സൈന്യം ഒരു മുഹൂർത്തം കൊണ്ട് പെട്ടെന്ന് നെഞ്ച് പിളർക്കും വിധം ഭയങ്കരമായ ശബ്ദം യോദ്ധാക്കന്മാരുടെ ഇടയിൽ നിന്നും ഉയർന്നു. ശംഖനാദം, ഭേരീനാദം, ആനകളുടെ ചിഹ്നവിളികൾ, രഥനേമികളുടെ സ്വരം എല്ലാം കൂടെ ഭൂമി പിളരുകയാണോ എന്ന് തോന്നിപ്പിക്കും തരത്തിൽ ഭയങ്കരമായ ശബ്ദം ആ മഹാസൈന്യം ഉണ്ടാക്കി. അശ്വങ്ങളുടെ ഹ്രേഷിതവും യോദ്ധാക്കന്മാരുടെ സിംഹനാദങ്ങളും ആർപ്പുവിളിയും ആഘോഷവും അട്ടഹാസവുമായി ഭൂമി കുലുങ്ങി. അത് ആകാശത്തിൽ മാറ്റൊലി കൊണ്ടു. ധൃതരാഷ്ട്രപുത്രനും പാണ്ഡുപുത്രന്മാരും പെരുമ്പടകൾ പരസ്പരം അടുക്കുന്ന സമയത്ത് ഇപ്രകാരം പ്രകമ്പനം കൊണ്ടത്. പൊന്നണിഞ്ഞ കൊമ്പനാനകളും രഥങ്ങളും മിന്നലണിഞ്ഞ മേഘങ്ങളെപ്പോലെ കാണപ്പെട്ടു. ദുര്യോധനന്റെ പക്ഷക്കാരുടെ പൊന്നു കെട്ടിച്ച കൊടികൾ പലവിധം കത്തുന്ന അഗ്നികളെ പോലെ ശോഭിച്ചു. ശക്രന്റെ, അതായത് ഇന്ദ്രദേവന്റെ കൊട്ടാരത്തിൽ ശുഭ്രമായ ശക്രകേതുകളെ പോലെ രണ്ടു ഭാഗങ്ങളിലും കൊടി കാണപ്പെട്ടു. വീരന്മാരുടെ പ്രഭയേറിയ കവചങ്ങൾ സൂര്യന്റെ പ്രഭ പോലെ ശോഭിച്ചു. വിചിത്ര ചാപങ്ങളും ആയുധങ്ങളും ഉള്ളവരാകുന്നു കുരുയോദ്ധാക്കന്മാർ. ശസ്ത്രമേന്തി കയ്യുറയുമായി ശോഭിച്ച് കൊടിയുയർത്തി ഋഷഭത്തിന്റെ കണ്ണുപോലെയുള്ളവനും കൗരവരുടെ സേനാനായകനാകുന്ന ഭീഷ്മനെ കാക്കുന്ന ധൃതരാഷ്ട്ര സന്താനങ്ങൾ വിളങ്ങി. ദുശാസനൻ, ദുർവിഹിഷണൻ, ദുസ്സഹൻ, ദുർമുഖൻ, വിവിംശതി, ചിത്രസേനൻ, വികർണൻ, പുരുമിത്രൻ, ജയൻ, സത്യവ്രതൻ, യൂപധ്വജൻ, ശലൻ എന്നിവരും അവരെ തുണയ്ക്കുന്നതിനായുള്ള 20,000 തേരുകളും ശൂരസേനന്മാരും, അംബരീഷ്ടൻ, കേകയന്മാർ, തൃകർത്തൻ, സൗവീരന്മാർ, അങ്ങനെ തുടങ്ങുന്ന 12 നാട്ടുകാരും ഉടൽ കൊണ്ട് ധീരന്മാരായി നിന്നു. പിതാമഹനെ രക്ഷിച്ചു പോരുന്ന തേരിനടുത്തുകൂടി ശക്തിയേറിയ 10,000 ആനകൾ രഥയോഗത്ത് സഹായിച്ചു. തേരുകൾക്ക് ഛത്രരക്ഷകന്മാരായും ആനകൾക്ക് പാദരക്ഷകന്മാരായും പടയാളികൾ 100ഉം 1000ഉം 60,000ഉം വാളും പരിചയും വില്ലുമായി നിന്നു. അസംഖ്യം 100ഉം 1000ഉം ധീരന്മാർ ചേർന്ന 11 അക്ഷൗണി സൈന്യങ്ങൾ ധൃതരാഷ്ട്രപുത്രന് ഗംഗാനദി യമുനയോടടുക്കുന്ന വിധം പക്ഷം ചേർന്ന് നിന്നു.